ഭരണഘടനാ ഹത്യാദിനത്തിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നാളെ സ്മൃതി സംഗമം നടത്തും. ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിയിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടങ്ങൾ അനുസ്മരിക്കും. പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരുൾപ്പെടെ പരിപാടിയുടെ ഭാഗമാവും. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഈ സ്മൃതി സംഗമം എങ്ങനെ നടത്താനാണ് സംഘാടക സമിതി ആലോചിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ സ്വാതന്ത്ര്യ സമരം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം, അതിൻ്റെ പോരാട്ടത്തിൻ്റെ കഥകളും ചരിത്രവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഔദ്യോഗിക പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളൊക്കെ. ഒരു പരിധിവരെ മുഗളന്മാർ രാജ്യം ഭരിച്ചതുമൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെയുണ്ട്. പക്ഷേ ഈ അടിയന്തരാവസ്ഥയെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികൾ പറയുന്നത്. അത്രത്തോളം അവർ സഹിച്ചിട്ടുണ്ട്. മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൊടിയ ക്രൂരതകളായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികൾ അനുഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്കപ്പുറത്തേക്ക് എന്താണ് അടിയന്തരാവസ്ഥ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല. ഒരു പരിധിവരെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായിരുന്നു അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സെമിനാറുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നു. എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തെ ഔദ്യോഗിക പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നൊരാവശ്യം കൂടി പ്രധാനമായി മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ചാലപ്പുറത്തുള്ള കേസരി ഭവനിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുക. മാധ്യമപ്രവർത്തകരായിട്ടുള്ള എൻ രാജശേഖര പണിക്കർ ആ പരിപാടിയുടെ ഭാഗമാവും. അദ്ദേഹം അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളിയായിരുന്നു. അതോടൊപ്പം തന്നെ BMS-ന്റെ മുൻ ദേശീയ പ്രസിഡന്റ് സജി നാരായണൻ പങ്കെടുക്കും. BJP-യുടെയും RSS-ന്റെയും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിരവധിയായിട്ടുള്ള നേതാക്കൾ ആ പരിപാടിക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളെ ആദരിക്കും. അവരുടെ അനുഭവങ്ങൾ പറയാനുള്ള കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. കണ്ണൂരും മലപ്പുറവും ഒക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിൽ വൈകിട്ട് 4 മണിക്കാണ് പരിപാടി. ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ RSS-ന്റെ മുതിർന്ന പ്രചാരകനായിട്ടുള്ള സേതുമാധവൻ ആ പരിപാടിയിൽ പങ്കെടുക്കും. മലപ്പുറം ചേളാരിയിൽ വൈകിട്ട് 4 മണിക്കാണ് പരിപാടി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശങ്കുട്ടി ദാസ് BJP-യുടെ മുതിർന്ന നേതാവാണ്. ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്തായിരുന്നു അടിയന്തരാവസ്ഥ എന്നതിനെ സംബന്ധിച്ച ചർച്ചയും സെമിനാറുകളും ഒക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് നൽകുന്നത്. അത്തരം ചർച്ചകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ത്യാഗം അനുഭവിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. നമുക്ക് ചുറ്റും അറിയപ്പെടാത്ത നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ ആദരിക്കും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും. അവരുടെ അനുഭവങ്ങൾ കേൾക്കും. നമ്മളൊക്കെ പല പുസ്തകങ്ങളൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള ഉരുട്ടൽ ഉൾപ്പെടെയുള്ള ക്രൂര മർദ്ദന മുറകളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ ഈ മർദ്ദന മുറകൾ ഏറ്റ ആളുകൾ എന്ന് അത്ഭുതത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മർദ്ദന മുറകളായിരുന്നു അന്ന് അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്ത് കരുണാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് നടത്തിയിട്ടുള്ളത്. ആ നരനായാട്ടുകളെ കുറിച്ച് ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കും. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം, അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആ രീതിയിൽ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാര്യങ്ങൾ, അതിനെ അടിച്ചമർത്തിയ കാര്യങ്ങൾ, അതിനെ അതിജീവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയായിരിക്കും ഈ സ്മൃതി സംഗമത്തിന്റെ പ്രധാന ചർച്ചാ കേന്ദ്രമാവുക. അനിൽ നമ്പ്യാർ, ചുരുക്കത്തിൽ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് നാളെ കോഴിക്കോട് കേസരി ഭവനിൽ സംഘടിപ്പിക്കുന്ന സ്മൃതി സംഗമം അത് സാക്ഷ്യം വഹിക്കും. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.